പേർലിമണിയുടെ പേരിൽ വന്ന വിവാദമൊന്ന് കെട്ടടങ്ങി വന്നപ്പോഴാണ് ശ്രീനിഷിന് നേരെ വിവാദം ഉണ്ടായിരിക്കുന്നത്. അവർക്കിപ്പോൾ അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു. കാരണം തുടരെ വിമർശനങ്ങൾ അവർക്ക് പുറകെയുണ്ട്. ഇപ്പോൾ ശ്രീനിഷിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത്. ബിഗ് ബോസ് മത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അർച്ചന ശ്രീനിഷിനെ കുറിച്ച് സംസാരിച്ചതാണ് ഇപ്പോൾ വിവാദമായി തിരികൊളുത്തിയിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ശ്രീനീഷിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ടാണ്. അപ്പോ ഈ വീട്ടിനകത്ത് കയറിയപ്പോ ശ്രീനീഷ് അറിയാം, എനിക്ക് ഈ കാര്യം അറിയാം. അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പള്ളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും, അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ? ഞാൻ പറയാം, ഈ പോകാണെങ്കിൽ അവൾ കളഞ്ഞിട്ട് പോവും. അത് എപ്പോഴും പറയായിരുന്നു. അപ്പോ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം അപ്പോൾ അർച്ചന പറഞ്ഞത് എല്ലാവരും കേട്ടില്ലേ? ശ്രീനിഷിന്റെ ലവർ അർച്ചനയുടെ ഫ്രണ്ടാണ് എന്നാണ് പറയുന്നത്. അന്ന് അർച്ചന പേര് പറഞ്ഞില്ലെങ്കിലും ഇന്ന് ആ പേര് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാളവിക എന്നാണ് പേര്. മാളവിക എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ സുപരിചിതമാണ്. പൊന്നമ്പിളി സീരിയലിൽ അമ്പിളിയായി വന്ന് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ നടിയാണ് മാളവിക. അമ്മുവിന്റെ അമ്മ എന്ന സീരിയലിൽ അഭിനയിച്ച ശേഷമാണ് ശ്രീനിഷ് ബിഗ് ബോസിൽ എത്തിയത്. ഈ സീരിയൽ ചെയ്തപ്പോഴാണ് മാളവികയുമായി പ്രണയത്തിലായിരുന്നത് എന്നാണ് പറയുന്നത്. ഈ നടി, അതായത് മാളവിക, ഇപ്പോഴും അവിവാഹിതയായിട്ട് തുടരുന്നുണ്ട്. ബിഗ് ബോസിൽ ശ്രീനിഷിനെ കൊണ്ടുപോയി വിട്ടതും ശ്രീനിഷിന് ഡ്രസ്സുകളെല്ലാം തിരഞ്ഞെടുത്ത് അയച്ചതും ഇവരായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കഥകളാണ് ഇപ്പോൾ ശ്രീനിഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതിന് കൂടെ തന്നെ കുറെ ആൾക്കാരുടെ കമന്റുകളുണ്ട്. അതൊക്കെ തന്നെ ഈ വട്ടത്തെ ബിഗ് ബോസ് ജബ്രിയുടെ കുറച്ച് ആരാധകരാണെന്ന് തോന്നുന്നു. ഈ ജബ്രിയെ കുറ്റം പറഞ്ഞവരൊക്കെയാണോ ശ്രീനിഷ് ചെയ്ത ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പേർലിയെക്കുറിച്ച് നടി മെറീന പറഞ്ഞതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മെറീനയെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഒരു പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ ആയി നടക്കുന്ന ഒരു ആങ്കർ പറഞ്ഞിരുന്നു എന്നാണ് മെറീന പറഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയെല്ലാം ആളെ കണ്ടെത്തിയിരുന്നു. പേർലി മണി എന്നാണ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത്. ഈ ഒരു വാർത്ത പേർലി മണിയുടെ ആരാധകർക്കൊക്കെ ഒരു ഷോക്ക് തന്നെയായിരുന്നു. ഇതിനുശേഷം മറ്റൊരു ഇന്റർവ്യൂവിൽ പേർലിമണിയാണ് എന്ന് തന്നെ മെറീന പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പേർലിമണി ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അങ്ങനെ ഈ ഒരു ഇഷ്യൂ ഏകദേശം കെട്ടടങ്ങി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്രീനിഷിന്റെ ഇങ്ങനെയൊരു പ്രണയത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത പരന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത്, ഇതിൽ ശ്രീനിഷ് ചതിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ഇഷ്യൂ ഇല്ല. ആ പെൺകുട്ടി ഈ ശ്രീനിഷിന്റെ പേര് പറഞ്ഞ് എവിടെയും വന്നിട്ടില്ല. ശ്രീനിഷിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെയും വന്നിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു വിമർശനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം. അതുപോലെ തന്നെ കേരളത്തിലെ മാതൃകാ ദമ്പതികളായിട്ട് എല്ലാവരും കാണുന്ന ജോഡികളാണ് പേർലിഷ്. രണ്ടുപേരും അവരുടെ ലൈഫ് ഹാപ്പിയായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പൊന്നോമന കുട്ടികളുമായി സമാധാനമായി ജീവിക്കുന്ന രണ്ടു പേര് ഇരുന്ന് ചൊറിയുന്ന പോലെയുണ്ട് ഇപ്പോഴത്തെ ഇതുപോലുള്ള കുത്തിപ്പൊക്കലുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണ് പേർലിഷ്, അതുപോലെ തന്നെ പേർലിമണിയെയും. അവർ ഒരു പോസിറ്റീവ് വൈബ് ആയതുകൊണ്ട് തന്നെ ഈ അപവാദങ്ങൾ ചിരിച്ചു തള്ളി ഹാപ്പിയായി തന്നെ മുന്നോട്ട് പോകും. അതുപോലെ ബിഗ് ബോസിലായിരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പകുതിയിലധികം പേര് പറഞ്ഞത് ഇവരുടെ പ്രണയം ഫേക്കാണ് എന്നാണ്. അങ്ങനെ ഫേക്കാണ് എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇരുവരും പുറത്തിറങ്ങി രണ്ടുപേരും കല്യാണം കഴിച്ച് ഇന്ന് ഈ നിമിഷം വരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. വലിയൊരു മറുപടി വിമർശിച്ചവർക്ക് കൊടുക്കാനുമില്ല. പിന്നെ പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ മാളവികയോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. തമ്മിൽ ച്ചിരുന്നു എന്നതിന് പോലും ഉറപ്പില്ല. ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. മാളവികയെ വെറുതെ വിടും, ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്. അതുപോലെ പേളിക്കും ശ്രീനീഷും അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അന്നില്ലാത്ത പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നത് എന്തിനാണ്?